ടോക്സിക് നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യഷിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടീസറാണെന്ന് തോന്നുന്നു. അത് വന്നിട്ടുണ്ട്. ഇന്ന് ബൈ ദ വേ ഇന്ന് യഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ. KGF എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ട് ഇന്ത്യ മുഴുവൻ ഒരൊറ്റ പടം മതി ചില ആൾക്കാരുടെ വേറെ ലെവലിലോട്ട് മാറുമെന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് KGF എന്ന് പറയുന്ന സിനിമ. അതിലെ നായകനായ യഷ്, അദ്ദേഹത്തിൻ്റെ KGF എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ് ടോക്സിക് എന്ന് പറയുന്നത്. ഗീതു മോഹൻദാസ് ആണ്. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു സർപ്രൈസിങ് ഫാക്ടർ. ഗീതു മോഹൻദാസ് ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ഒഫീഷ്യൽ എന്താ പറയുക, ടീസറാണോ അതോ ഇൻട്രൊഡക്ഷൻ പോലത്തെ എന്തെങ്കിലും സംഭവമാണെന്ന് അറിയില്ല, വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഇൻട്രൊഡ്യൂസിങ് റായ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. വിഷ്വൽ ഒരു ഇംഗ്ലീഷ് വൈബ് അടിക്കുന്നുണ്ടല്ലോ. ഇത് ഇന്ത്യൻ സിനിമ, മലയാളം കന്നഡ സിനിമയല്ലേ? നോ ട്രെസ്പാസിങ്. വിഷ്വല് രാജീവ് രവിയാണ് പറയാൻ. അണ്ണം വന്ന് ഒരു അത് ശരി. അത് ശരി. ഇത് ടെയിൽ ഓഫ് എ ഗ്രോണപ്സ് എന്നാണ് ഇതിൻ്റെ എന്താ പറയുക, ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ. അമ്പോ, തമ്പുരാനെ. ഈ മനുഷ്യനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഉള്ള ഒരു സ്ക്രീൻ പ്രസൻസ്, ആറ്റിറ്റ്യൂഡ്, സ്വാഗ്. ചില ആൾക്കാർക്ക് ഒരുപാട് അഭിനയിച്ചൊന്നും കഷ്ടപ്പെടണ്ട. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ക്രീനിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ. എന്തുവാ ഇത്? റോക്കി ബായ് കുറച്ചുകൂടെ വലിയൊരാളായ പോലെ ഒരു ഫീല്. ആ ലുക്ക് തന്നെയല്ലേ പിടിച്ചേക്കുന്നത്. ടോക്സിക് 19 മാർച്ചിലുണ്ടല്ലേ ഇത്. ആക്ച്വലി ഈ സിനിമയുടെ ഫസ്റ്റ് ടീസർ വന്നപ്പോഴും ഒരു ചെറിയൊരു വിവാദം, ഒരു കുഞ്ഞൊരു വിവാദം വന്നായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് യഷിൻ്റെ ഭാഗത്തുനിന്നൊന്നുമല്ല, ഗീതു മോഹൻദാസ് സംവിധായകയുടെ ഒരു ഭാഗത്തുനിന്ന് പുള്ളിക്കാരി പണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു വിവാദത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ വിവാദം നോക്കി നടക്കുന്നവർക്ക് ഇതിനകത്തെ ആ ഒരു സീനും ഈ ഒരു സീനും ഒരു വിവാദത്തിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ആദ്യം തൊട്ടേ അവർ പറഞ്ഞിരിക്കുന്നത് എ ടെയിൽ ഓഫ് എ ഗ്രോണപ്സ് എന്നാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്യാപ്ഷൻ, ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു 100% ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ എന്താണ് ഒരു കോൺസെപ്റ്റ്, എന്താണ് സംഭവം എന്നുള്ളത് ഇതുവരെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരുപാട് ടീസർ ആയിക്കോട്ടെ, കുറേ പോസ്റ്റേഴ്സ് വന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്തവരെല്ലാം ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്. നയൻതാരയുണ്ട്, നമ്മുടെ കിയാരയുണ്ട്, അങ്ങനെ ഒരുപാട് പേരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോഴാണ് രായ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, യഷി എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പരിപാടി? ഒരു പീരിയോഡിക് ഗ്യാങ്സ്റ്റർ സെറ്റപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് വിദേശ താരങ്ങൾ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഉണ്ട് ഒരു വിഷ്വൽ ആൻഡ് മ്യൂസിക് നമ്മുടെ രവി അണ്ണൻ തന്നെയാണെന്ന് തോന്നുന്നു, രവി ബാസുരനാണെന്ന് തോന്നുന്നു. വിഷ്വൽ എടുത്ത് പറയണം, അത് നമ്മുടെ രാജീവ് രവി സാറാണ്. അറിയാമല്ലോ, ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ വിഷനറി
ഡയറക്ടറാണ്. അതിലുപരി അദ്ദേഹം നല്ലൊരു ഇന്ത്യയിലെ മികച്ച ഒരു സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാണ്. ഗീതു മോഹൻദാസിൻ്റെ ഹസ്ബൻഡും കൂടാണ്. സോ അതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയൊന്നും പറയാനില്ല. ബട്ട് ഈ ഒരു സിനിമ എങ്ങനെ ഏത് രീതിയിലാണ് എന്താണ് ഒരു പീരിയോഡിക് ഗാങ്സ്റ്റർ വാർ അങ്ങനെ ഒരു സെറ്റപ്പ് ആണെന്നാണ് ഞാൻ കേട്ടത്. അറിയില്ല. ഈ സിനിമയുടെ റൈറ്ററിനെ കുറിച്ചുകൂടെ പറയണം. ഗീതു മോഹൻദാസ് ആണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ. പക്ഷേ അതിനകത്ത് നമ്മുടെ യശും ഒരു ഭാഗമാണ്. അദ്ദേഹവും കൊമേഴ്ഷ്യൽ ആണല്ലോ. ഗീതു മോഹൻദാസിൻ്റെ ഒരു സ്ട്രക്ചറിങ് ഒരു സിനിമ എന്ന് പറയുന്നത് അത്ര കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളല്ല. പുള്ളിക്കാരിയും യശുവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ഇങ്ങനെ അനൗൺസ് ആയപ്പോൾ തന്നെ ഗീതു മോഹൻദാസ് ഒരു രീതിയിലേക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമുള്ള, അല്ലെങ്കിൽ ഒരു സിനിമ എങ്ങനെ ഒരു കണ്ടൻറ്റിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഗീതു മോഹൻദാസ്. അതോടൊപ്പം യശ് എന്ന് പറയുന്ന അദ്ദേഹവും KGF ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ അദ്ദേഹം ഒരു റൈറ്റിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ടുണ്ടെന്നാണ് കേട്ടത്. എസ്പെഷ്യലി KGF 1 and 2 അദ്ദേഹം ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഒരു കൊമേഴ്ഷ്യലി അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ആ ഒരു കണ്ടൻറ്റിനെ കൊമേഴ്ഷ്യൽ ഓഡിയൻസിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടെക്നിക്കൽ ക്രൂവും ഒരു നല്ലൊരു ക്യാപ്റ്റനും ഉള്ള ഒരു സിനിമയാണ് ടോക്സിക് എന്ന് പറയുന്നത്. എന്താണെന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് തന്നെ തുടരുകയാണ്. മാർച്ചിലാണ് വരുന്നത്. മാർച്ച് 2 മാസത്തിനുള്ളിൽ ഇത് വരും. ഇതിങ്ങനെ വരുമോ വരില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടെന്നൊക്കെയുള്ള ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റിലൂടെ പറഞ്ഞത് കറക്റ്റ് 2 വർഷം മുമ്പാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ഈ വർഷം ഏപ്രിൽ വരുമെന്നായിരുന്നു. അത് പിന്നീട് മാർച്ചിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആക്ച്വലി പ്രീപോൺ ആണ് ചെയ്തത്. സോ എന്തായാലും ഒരു കിഡിലൻ മാസ് എൻ്റർടൈനർ. KGF എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരുന്നതെന്നുള്ള അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് യശിന്. ഇപ്പം ഡെഫിനറ്റ്ലി ബാഹുബലിക്ക് ശേഷം പ്രഭാസൊക്കെ നേരിട്ട ഒരു പ്രശ്നമാണത്. പ്രശ്നമല്ല, അതൊരു ഭയങ്കരമായിട്ട് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും. ഇന്ത്യയിൽ തന്നെ വലിയൊരു സ്റ്റാറായ ആളാണ് പ്രഭാസ് ബാഹുബലിക്ക് ശേഷം. അതുപോലെ തന്നെ ഒരു വലിയൊരു സ്റ്റാറായതാണ് യക്ഷും. അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സോ എല്ലാ ഫാൻസിനും, നോർമൽ ആൾക്കാർക്ക്, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ തന്നെ ആയിരിക്കട്ടെ. വിഷ്വലി കണ്ടിട്ട് നല്ലൊരു മാസ് ഗാങ്സ്റ്റർ അടിപ്പട്ടം വെട്ടിവെച്ച് അങ്ങനെ അടിവെടി പുക ഒക്കെയുള്ളൊരു സെറ്റപ്പ് അടിപ്പടമാണെന്ന് വിശ്വസിക്കുന്നു. വിഷ്വലാണ് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. കിഡിലൻ വർക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ഒരിക്കൽ കൂടി പറയാണ്, ഹാപ്പി ബർത്ത്ഡേ യശ്, റോക്കിംഗ് സ്റ്റാർ. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറുള്ള ഇനി വരാൻ പോകുന്ന വലിയ ലൈനപ്പുകളുണ്ട് അദ്ദേഹത്തിന്. എല്ലാത്തിനും നല്ല സിനിമകൾ അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയും.